ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീമാർ ജയിലിൽ തുടരും. ദുർഗ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല. അധികാര പരിധിക്ക് പുറത്തുള്ള കുറ്റങ്ങളാണെന്നാണ് കോടതിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. മനുഷ്യക്കടത്ത് കേസ് ഇനി NIA കോടതിയാണ് പരിഗണിക്കുക. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരെ വിദ്വേഷം പരത്തി കോടതി പരിസരത്ത് ഭീഷണി മുദ്രാവാക്യവുമായി ബജ്രംഗ് ദൾ പ്രവർത്തകരുമെത്തി. ഛത്തീസ്ഗഡിൽ നിന്നും വിശദാംശങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, എല്ലായിടത്തു നിന്നുമുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് കോടതി അത് പരിഗണിക്കാതെ വിട്ടു. കന്യാസ്ത്രീകൾ ജയിലിൽ തുടരേണ്ടി വരുന്ന അവസ്ഥയാണ്. എന്താണ് ഛത്തീസ്ഗഡിലെ നിലവിലത്തെ അവസ്ഥ? ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ വലിയ രീതിയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ ജയിലിന് മുൻപിൽ എത്തി പ്രതിഷേധ മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെ അവർക്കെതിരെ വലിയ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. എന്താണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ സമഗ്രമായി? സംഗീത, ഇന്ന് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെഷൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല രാജ്യഹർജി തള്ളിയിരിക്കുന്നു എന്ന് തന്നെയാണ്. തള്ളിയതായിട്ടാണ് ജാമ്യ ഹർജിയിൽ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ ലഭിക്കുന്നത്. തൻ്റെ അധികാര പരിധിയില്ലാത്ത ആയതിനാൽ ഇത് കോടതി തള്ളിയിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ കുറ്റങ്ങൾക്ക് ഇന്ന കോടതിയിലാണ് ജാമ്യ ഹർജി നൽകേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മനുഷ്യക്കടത്ത് കുറ്റത്തിന് NIA കോടതിയിലും ബിലാസ്പൂരിലെ NIA കോടതിയിലും അതുപോലെ തന്നെ മതമാറ്റം അല്ലെങ്കിൽ നിർബന്ധ മതമാറ്റം ആ കോടതിയിൽ ഛത്തീസ്ഗഡ് പ്രത്യേക കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ സമീപിക്കാമെന്നാണ് ജഡ്ജ്മെൻറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഈ ജയിലിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾ ഇപ്പോൾ 6 ദിവസമായി, ഇനിയും ഏതായാലും 3 ദിവസവും കൂടി കന്യാസ്ത്രീകൾ എത്രയും മിനിമം ഈ ജയിലിൽ കഴിയേണ്ടി വരും. കാരണം ഇപ്പോൾ ആളില്ല, ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. MLA മാരും MP മാരും ഒന്നുമില്ലാതെ തനിച്ച് 2 കന്യാസ്ത്രീ മലയാളികളായ 2 കന്യാസ്ത്രീകൾ ഈ ജാമ്യം തങ്ങൾക്ക് നിഷേധിച്ച അവരെ അറിയിച്ചിട്ടുണ്ട്, ബന്ധുക്കൾ അവരെ അറിയിച്ചിട്ടുണ്ട്, സന്ദർശിച്ചിട്ട്. ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത് എന്നുള്ളത് കാരണം BJP അനൂപ് ആന്റണിയുടെ ഇടപെടലിന് ഫലം കണ്ടില്ല എന്നുള്ളതാണ്. കാരണം BJPയുടെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനെ തന്നെ കന്യാസ്ത്രീക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഉപരിയായിട്ട് ബജ്രംഗ് ദൾ വളരെ ശക്തമായ രീതിയിൽ ഈ കേസുമായി മുന്നോട്ട് പോകും എന്നാണ് വ്യക്തമാക്കിയത്. നമ്മളോട് സംസാരിച്ച ബജ്രംഗ് ദളിന്റെ നേതാവ് ജ്യോതി ശർമ്മ തന്നെ ഇക്കാര്യം പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് അഭിഭാഷകരും ഇക്കാര്യം തന്നെ സംഗീത പറയുകയുണ്ടായി. ഏതായാലും NIA കോടതിയിലും അതേപോലെ തന്നെ ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ വന്നാൽ എതിർക്കാൻ തന്നെയാണ് ഈ ബജ്രംഗ് ദളിന്റെ തീരുമാനം. അതുമാത്രമല്ല, ജാമ്യം നിഷേധിച്ചില്ല, അവർ ആഹ്ലാദ പ്രകടനവും നടത്തിയിട്ടുണ്ട്. ഏതായാലും ജാമ്യ ഹർജിയുമായി NIAയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കോടതിയിൽ നടന്ന ചില കാര്യങ്ങൾ ന്യൂസ് മലയാളം മാത്രമേ കോടതിക്ക് അകത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കോടതിയിൽ വാദം തുടങ്ങിയപ്പോൾ കന്യാസ്ത്രീയുടെ അഭിഭാഷകനും പ്രമുഖ ക്രിമിനൽ വക്കീലുമായ രാജേന്ദ്ര തിവാരിയാണ് വാദം തുടങ്ങിയത്. തുടക്കത്തിൽ ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. കാരണം സർക്കാർ അഭിഭാഷകനും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് കൂടുതൽ വാദത്തിന് ഒന്നും നിന്നില്ല. കാരണം സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് റെയിൽവേ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, കേസ് രജിസ്റ്റർ ചെയ്ത ഓഫീസർ എത്തുകയും ഇത് സംബന്ധിച്ച കോടതി അദ്ദേഹത്തിന് അഭിപ്രായം ആരായുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ കോടതിയിൽ ഇക്കാര്യം പരിഗണിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടി 2 അഭിഭാഷകർ, അതായത് ബജ്രംഗ് ദളിന്റെ 2 അഭിഭാഷകരാണ് ബിപിൻ യാദവ് അതേപോലെ തന്നെ അനിൽ ഗുപ്ത എന്ന 2 അഭിഭാഷകർ എഴുന്നേൽക്കുകയും അവർ അതിശക്തമായി വാദം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്നാണ് കോടതി തങ്ങൾക്ക് അധികാര പരിധിയില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് ഹാജരാക്കുകയും കൂടി ചെയ്തു. സെഷൻ കോടതിക്ക് മനുഷ്യക്കടത്തും മതം മാറ്റവും സംബന്ധിച്ച കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്ന ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ വിധിയും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും ഒബ്സർവേഷനും കൂടി അതാണ് കേസിൽ വഴിത്തിരിവായത്. ഛത്തീസ്ഗഡിൽ നിന്നുമാണ് ശരത് ലാൽ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.